വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനൊരു ബോട്ടിൽ കൊണ്ട് നമ്മൾ പൈനാപ്പിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതുപോലത്തെ ഒരു 4-5 ഡബിൾ ടേപ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഡബിൾ ടേപ്പ് ഓരോന്നായിട്ട് നമുക്ക് ഈ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഇത് നേരെയല്ല ഒട്ടിച്ചു കൊടുക്കുന്നത്, സൈഡ് ചിരിച്ച് ഡയഗണൽ ഷേപ്പിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ 2 എൻഡ്സും നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഷേപ്പിലായിരിക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ എക്സാക്ട് പൈനാപ്പിളിൻ്റെ ആ ടെക്സ്ചർ കിട്ടുള്ളൂ. ഡബിൾ ടേപ്പ് നമ്മൾ ഈ ബോട്ടിൽ ഫുള്ളും ഡയഗണൽ ഷേപ്പിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സൈഡിലേക്കായിട്ട് ഡബിൾ ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോഡി പോർഷൻസ് എല്ലാം നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം പോർഷനാണ്. ഡബിൾ ടേപ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടി നമുക്ക് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ ഡബിൾ ടേപ്പിൻ്റെ പീസുകൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഒരു മാർക്കർ വെച്ച് ഇതുപോലെ 2 ലൈൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഏകദേശം കറക്റ്റ് അളവിനനുസരിച്ച് വെട്ടാൻ നിങ്ങൾക്ക് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഈ മാർക്കർ പെന്നുകൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു ബ്ലേഡ് വെച്ച് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഷേപ്പ് കിട്ടുക. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം പൈനാപ്പിളിൻ്റെ ആ ഒരു ഔട്ട്ലുക്ക്. ഇനി നമുക്ക് പതിയെ അതിൻ്റെ സ്റ്റിക്കറൊന്ന് അഴിച്ചു കൊടുക്കാം. എല്ലാത്തിൻ്റെയും സ്റ്റിക്കർ ഒരുമിച്ച് അഴിക്കരുത്, അപ്പോൾ കൈയൊക്കെ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആദ്യം 4 ലെയറിൻ്റെ സ്റ്റിക്കർ പതുക്കെ അഴിച്ച് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഇതുപോലത്തെ ഒരു ടിഷ്യൂ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ചുളിവൊന്നും വരാതെ പരമാവധി നേരെ ഒട്ടിക്കാനായിട്ട് ശ്രമിക്കുക. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്, കാരണം ചുളിവുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പതിയെ ഇതുപോലെ എടുത്തിട്ട് ചുളിവില്ലാണ്ട് ശരിയാക്കി എടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടോയ്ലറ്റ് ടിഷ്യൂ ആണ്. നിങ്ങൾക്ക് സാധാരണ ടിഷ്യൂ ആണെങ്കിൽ അതും യൂസ് ചെയ്യാം. ഒരു പാത്രത്തിൽ ഞാൻ ഫെവിക്കോളും വെള്ളവും കൂടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ യോജിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് പതിയെ ടിഷ്യൂവിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏകദേശം എല്ലായിടത്തും നമ്മുടെ ആ ഒരു ടിഷ്യൂ നമ്മൾ അപ്ലൈ ചെയ്ത് ഇതേപോലെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗങ്ങൾ ആ ഒരു ഇതൊന്ന് എംഫസൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഒരു പൈനാപ്പിളിൻ്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അത് കുത്തി കൊടുക്കുന്നത്. ഈ ഒരു പ്രൊസീജിയർ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിലൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കളർ അപ്ലൈ ചെയ്യണം. അതിന് ഞാൻ ഒരു പാത്രത്തിൽ ഇവിടെ ഫെവിക്കോളും കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫുഡ് കളർ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. യെല്ലോ കളറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മതി. അപ്പോൾ നമ്മുടെ കളർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുപ്പിയിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. പതുക്കെ ബ്രഷ് വെച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കളർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് പെയിൻറ്റ് അപ്ലൈ ആവണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൻ്റെ ഇടഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കുപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ മഞ്ഞ കളർ നല്ല ഭംഗിയിൽ കാണുന്നുണ്ട്. ഞാനിവിടെ റെഡ് ഫുഡ് കളർ നെക്സ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ആ ഒരു മഞ്ഞ കളറിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്സ് ആക്കുമ്പോൾ ഇതേപോലത്തെ ഒരു കളർ നമുക്ക് കിട്ടും. ഞാൻ പതിയെ ഒരു ഡ്രോപ്പ് പോലെ ചെറുതായിട്ടൊന്ന് സ്ട്രൈപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡയമണ്ട് പോർഷൻ്റെ മിഡിൽ പോർഷനിലേക്ക് ഞാനതൊന്ന് സ്ട്രൈപ്പ് ചെയ്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കൈ ഉപയോഗിച്ച്. വേഗം ശ്രദ്ധിക്കുക, നല്ല ഡാർക്കായിട്ട് ഒരിക്കലും പെയിൻറ്റ് അപ്ലൈ ചെയ്യരുത്. ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കുപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ടോപ്പിംഗ് ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിതുപോലെ ഒരു ഒറിജിനൽ പൈനാപ്പിളിൻ്റെ ടോപ്പ് ലീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൈഡിൽ ചെറിയ മുള്ളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കെയർഫുള്ളായിട്ട് ഒന്ന് ഹാൻഡിൽ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഫുഡ് കളർ മിക്സ് ചെയ്ത പോലെ തന്നെ ഗ്രീൻ ഫുഡ് കളർ ഫെവിക്കോളിൽ മിക്സ് ചെയ്തിട്ട് പതുക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ കിട്ടും നമുക്ക്. ഇനി ജസ്റ്റ് ഒന്ന് വാർണിഷ് അടിക്കണമെങ്കിൽ അടിക്കാം. ഞാനിവിടെ വാർണിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടാനും പിന്നെ ഒരു ഗ്ലേസിങ് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും.
നമ്മുടെ ബോട്ടിൽ നമ്മൾ തല കീഴായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ലീഫ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിത് സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം, ഡബിൾ ടേപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗമ്മോ വെച്ചോ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം. ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യുന്നില്ല, കാരണം ഇത് ഷോക്കേസ് പീസ് ആയതുകൊണ്ട് അധികമൊന്നും നമ്മൾ ഹാൻഡിൽ ചെയ്യില്ല. സോ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നില്ല. ഒരു തുള്ളി പോലും പെയിൻറ്റ് യൂസ് ചെയ്യാതെ നമ്മളിവിടെ പൈനാപ്പിൾ ബോട്ടിൽ ക്രിയേറ്റ് ചെയ്തെടുത്തേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നല്ലൊരു വീഡിയോസ് ഇനിയും ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി ഐറ്റമായിട്ട് കാണുന്നവരെ വി ആർ ക്രിയേറ്റേഴ്സ് സൈനിങ് ഓഫ്. ബൈ.